അഴീക്കോട് ചാൽ ബീച്ചിന് സമീപം നീർക്കടവ് കള്ളക്കടപ്പുറം ഭാഗത്ത് ഇന്നലെ ഉച്ചയോടെ കുളിക്കാനിറങ്ങിയ രണ്ടുപേരെയാണ് കാണാതായത്. വലിയന്നൂർ സ്വദേശി പ്രിനീഷ്, പട്ടാനൂർ സ്വദേശി ഗണേശൻ നമ്പ്യാർ ഇരുവരെയുമായിരുന്നു കാണാതായത്. ഇന്ന് ഉച്ചയോടുകൂടി പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിന് സമീപത്ത് നിന്ന് ഒരു മൃതദേഹം കിട്ടി. അത് ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹമാണെന്ന് അവരുടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം ലഭിച്ചത്. അങ്ങനെ ഉച്ചയോടുകൂടി തന്നെ ആയിക്കര ഹാർബറിന് സമീപം മൃതദേഹം എത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രിനീഷിൻ്റെ മൃതദേഹത്തിനായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡും മുങ്ങൽ വിദഗ്ധരും അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ സഹായവുമുണ്ട്. ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയെങ്കിലും പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തന്നെ ഇരുവരെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. നല്ല കടലേറ്റമുള്ള സമയമായിരുന്നു, മഴയുണ്ടായിരുന്നു, കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തെരച്ചിൽ പ്രയാസം പിടിച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു രാത്രിയോടുകൂടി തന്നെ തെരച്ചിൽ താൽക്കാലികമായി നിർത്തി. ഇന്ന് രാവിലെ തന്നെ തെരച്ചിൽ പുനരാരംഭിച്ചു. ഉച്ചയോടുകൂടിയാണ് ഒരാളുടെ മൃതദേഹം ലഭിച്ചത്. ഇപ്പോഴും കാണാതായ പ്രിനീഷിന് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സാധാരണ രീതിയിൽ മഴയായതുകൊണ്ടും ഇന്നലെ യെല്ലോ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ ആരെയും കടലിലേക്ക് ഇറക്കിയിട്ടില്ല. ബീച്ചിലേക്ക് വരുന്ന ആളുകളെയൊക്കെ ലൈഫ് ഗാർഡ് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. DTPCയുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലയിലെ മിക്ക ബീച്ചുകളും അടച്ചിട്ടാണുള്ളത്. ചാൽ ബീച്ചും അടച്ചിട്ട് തന്നെയാണുള്ളത്. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു ഭാഗമാണ് നീർക്കടവ് കള്ളക്കടപ്പുറം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇരുവരും കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇരുവരും ബൈക്കിലാണ് എത്തിയത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഇരുവരെയും കാണാതായപ്പോൾ നേരത്തെ ഇവർ അവിടുന്ന് കുളിക്കുന്നത് കണ്ട നാട്ടുകാരാണ് പിന്നെ കാണാതായി എന്നുള്ളൊരു വിവരം പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. ഉടൻ തന്നെ വളപട്ടണം പോലീസും കോസ്റ്റൽ പോലീസും എത്തി. ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്നലെ പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിച്ച തെരച്ചിലിലാണ് ഉച്ചയോടുകൂടി പയ്യാമ്പലം ഭാഗത്ത് നിന്ന് ഗണേശൻ നമ്പ്യാരുടെ മൃതദേഹം ലഭിച്ചത്.